അമൽ, നിലവിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ത് നീക്കമാണ് അവിടെ ഉണ്ടാകുന്നത്? ഈ കല്ലറ ഈ ഗോപൻ സ്വാമിയെ അടക്കം ചെയ്തിട്ടുള്ള ഭാഗം പൊളിക്കുന്ന കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ ഇതിനോടകം തന്നെ? അത് പൊളിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ മറച്ചു കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുള്ളിലേക്ക് ഡെസ്കുകളും മറ്റുമൊക്കെ നിരത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീടിൻ്റെ ഗോപൻ്റെ വീടിൻ്റെ സമീപത്തു നിന്നും തന്നെ ഒരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ അറയിരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളവും മറ്റുമൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് പൊളിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ ആളുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസാണ് അവരെ ഇവിടെ നിന്നും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവരുടെ നേതൃത്വത്തിലാകും ഇത് പൊളിക്കുക. അതിനുള്ള ആയുധങ്ങളും മറ്റുമൊക്കെ അവരുടെ കൈവശം ഉണ്ട് താനും. പോലീസും മറ്റ് ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവർ കൂടി ഇവിടെ പൊളിക്കാനുള്ള ആളുകൾ കൂടി ഇവിടേക്ക് എത്തിയതിനാൽ തന്നെ അധികം വൈകാതെ തന്നെ അറ തുറന്നുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഏകദേശം ഒരു 4.5 അടി മാത്രം ഉയരമുള്ള ഒരു കോൺക്രീറ്റ് പാളിയാണ്. അത് ഇളക്കുന്നതിന് അധികം സമയമൊന്നും വേണ്ടി വരില്ല. അതായത് അതിനുള്ളിൽ ഈ മക്കൾ പറയുന്നത് പോലെ ഗോപൻ എന്ന് പറയുന്നയാൾ അതിനുള്ളിൽ ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിന് വ്യക്തത വരാൻ വളരെ കുറച്ച് സമയം മാത്രം മതിയാകും. അതിനുശേഷം മാത്രമാണ് പിന്നീടുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കൂ. നിലവിൽ എന്തായാലും പോലീസിൻ്റെ ക്രമീകരണങ്ങൾക്ക് ഒരു തടസ്സവും വരാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ അവിടേക്ക് എത്തുകയാണ്. ഈ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നമ്മൾ കാണുന്നത്. അത് കടന്നാൽ പിന്നീട് അവിടെ വീടാണ്. അവിടെ വടം അടക്കം വലിച്ചു കെട്ടിയാണ് പോലീസ് അവിടേക്ക് ആളുകൾ പോകുന്നത് തടഞ്ഞിരിക്കുന്നത്. 3 പോലീസിൻ്റെ ബന്ധവസുണ്ട് എന്ന് പറയാം. ഒന്ന്, ആ വീടിന് തൊട്ട് മുന്നിലായി വീടും ക്ഷേത്രവും ഇരിക്കുന്ന ഈ അറയടക്കം ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുന്നിൽ വലിയൊരു വടം ഉപയോഗിച്ച് കെട്ടി അവിടേക്ക് ആളുകൾ കടക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗേറ്റും പൂട്ടിയ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറേ മാധ്യമങ്ങൾ നിൽക്കുന്ന ഒരു 100 മീറ്റർ ഇപ്പുറേ മറ്റൊരു വടം ഉപയോഗിച്ച് ഇവിടെയും തടഞ്ഞിട്ടുണ്ട്. അവിടെയാണ് മാധ്യമങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം. അതും കൂടാതെ മറ്റൊരു സ്ഥലത്ത് ഏകദേശം 3/4 കിലോമീറ്റർ അപ്പുറയായി അവിടെ വാഹനം വഴിക്ക് വട്ടമിട്ട് അവിടെ നിന്നും ഇവിടേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് തടഞ്ഞുള്ള ക്രമീകരണവും ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ 3 സ്ഥലങ്ങളിലായാണ് പോലീസിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആളുകളെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും നീക്കം കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഇതുമായി എതിർത്ത് നിൽക്കുന്ന സംഘടനകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ അത് ചെറുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ചുരുക്കം, അല്ലേ? 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് രാവിലെ മുതലെത്തിയത്. വലിയ സംഘം പോലീസ് തന്നെ ഇവിടെയുണ്ട്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഉണ്ടായാൽ തന്നെ അത് നേരിടുന്നതിനുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ RDO കൂടി ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ അറ തുറന്നുള്ള പരിശോധന ഉണ്ടാകുക. അതിനധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോദി, തീർച്ചയായിട്ടും വൈകില്ല എന്ന് തന്നെ വിചാരിക്കാം. എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് കല്ലറയുടെ സ്ലാബ് ഇളക്കാനും മറ്റുമായി ചില തൊഴിലാളികളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആയുധങ്ങളടക്കമുള്ളവ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തുറക്കാനായുള്ള ഉപകരണങ്ങൾ. ഈ ഉപകരണങ്ങളോടുകൂടി അവർ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാധ്യമപ്രവർത്തകരെ അടക്കം കുറച്ച് ദൂരത്തേക്ക് വടം കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ആ ഭാഗത്തേക്ക് മറ്റാരും കിടക്കാതിരിക്കാൻ വിവിധ നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അമൽ, ജില്ലാ ഭരണകൂടത്തിന്റെ പൂർണ്ണ നേതൃത്വത്തിലാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തേക്ക് എത്തുന്നു. ഇനി അല്പനിമിഷത്തിനകം തന്നെ നടപടികളിലേക്ക് കടക്കും, അല്ലേ? മോദി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ആൽഫ്രഡ് ഇവിടെ സബ് കളക്ടറാണ്. സബ് കളക്ടറുടെ പ്രതികരണമാണ്. എപ്പോൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു. അവിടെ എത്തിയ ശേഷം അവിടുത്തെ സാഹചര്യം വിലയിരുത്തി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് സബ് കളക്ടർ പറയുന്നത്. ഇനിയിപ്പോൾ ഈ അറ പൊളിക്കുന്നതിനോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുന്നതിനോ ഉള്ള ആരും ഇവിടേക്ക് എത്താനില്ല. എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സബ് കളക്ടർ കൂടി എത്താനാണ് ഇത്രയും നേരം പോലീസ് ഉദ്യോഗസ്ഥർ കാത്തുനിന്നത്. ഇനിയിപ്പോൾ അതിൻ്റെയും കാര്യമില്ല. അല്പസമയങ്ങൾക്കകം തന്നെ ഈ അറ പൊളിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ കൃത്യമായി നമ്മളെ അറിയിക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സബ് കളക്ടർ കൂടി എത്തുന്നു. ഇവിടെ ഉള്ള 2 ഡിവൈഎസ്പിമാരുണ്ട്. അവരോട് കൂടി ആലോചിച്ച ശേഷം ഇത് തുറക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. രാവിലെ ഒരു 5 മണി സമയമാകുമ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തുന്ന നേരത്ത് ഇവിടെ നിറയെ പോലീസ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി അകത്തേക്ക് പോകാമായിരുന്നു. 6 മണി വാർത്തയിൽ നമുക്ക് ഈ അറ ഇരിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് തത്സമയം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പരുവത്തിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അവരുടെ ക്രമീകരണങ്ങൾക്ക് ആകരുത് എന്നൊരു കാര്യം അവരാവശ്യപ്പെടുകയും മാധ്യമപ്രവർത്തകരോട് പിന്നോട്ട് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ ഇപ്പുറം ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം കാര്യമായ പ്രതിഷേധമില്ല, വീട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമില്ല, വീട് അടഞ്ഞു കിടക്കുന്നു, വീട്ടിനുള്ളിൽ എല്ലാവരുമുണ്ട്. ഈ നാട്ടുകാർക്കടക്കം ഇവിടേക്ക് എത്തുന്നതിനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ചില ആളുകളൊക്കെ, ഈ തൊട്ടടുത്ത് വീടുള്ള ആളുകളൊക്കെ ചിലർ ഇവിടേക്ക് എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റാളുകളൊന്നും ഇവിടെ നിലവിലില്ല.